ഹലോ കൂട്ടുകാരെ, ഇന്നൊരു പൊളിയായിട്ട് കേട്ടോ കോവക്ക. അപ്പോൾ നേരെ അത് പകുതിയായി മുറിച്ചിട്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരല്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഓപ്ഷനിലാണ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എയർ ഫ്രൈയിലിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. കണ്ടോ, സാധനം എല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ് ആണ്. നമുക്ക് ആദ്യം ഒരു 10 മിനിറ്റ്സ് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. എന്നിട്ട് ഇതാ അതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കി നോക്കാമല്ലോ. ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട് ഈ സാധനം. എങ്കിൽ കൂടി നമ്മൾ ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിടുക. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുന്നു. അപ്പോൾ ഫൈനലി നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ സാധനം വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് വേറൊരു ടേസ്റ്റാണ്. പൊതുവേ ഇത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഓക്കെ, അടിപൊളിയായി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സാധനം. ഓക്കെ, അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞതുപോലെ ഓപ്ഷനിലാണ്. ഇത് വേണമെങ്കിൽ മാത്രം മതി. എയർ ഫ്രയറിൽ വെളിച്ചെണ്ണൻ്റെ ആവശ്യമില്ല, പക്ഷേ ഒരു ടേസ്റ്റിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സാധനം ഫൈനലി നോക്കിയേ, കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സാധനം. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.